ചൂടിന്റെ തീവ്രതയെ പ്രതിരോധിച്ച് കൂളപ്പകരാൻ ഇവ ഈസി എയർ കൂളർ ഫാനുകൾ സ്വന്തമാക്കാൻ ഉഗ്രൻ ഡീലുകൾ ഐറ്റമിൽ നിന്നും പ്രയോജനപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ 20-ാം വയസ്സ് മുതൽ തുടങ്ങിയ ശീലമാണ് തങ്കമുത്തശ്ശി റേഡിയോ കേൾക്കുക എന്നത്. രാവിലെ എഴുന്നേറ്റാൽ 7 മണിയോടെ റേഡിയോ തുറക്കും. പിന്നീട് ഉറങ്ങാൻ കിടക്കുമ്പോൾ 10 മണിയോടെയാണ് ഓഫാക്കുക. അതുവരെ റേഡിയോയിലൂടെയുള്ള പരിപാടികൾ ശ്രവിച്ചുകൊണ്ടാണ് ഇവരുടെ ഓരോ ദിനവും കടന്നുപോകൽ. അത്ര കണ്ട് ആത്മബന്ധമാണ് ഇവർക്ക് റേഡിയോയുമായി. മക്കളും കൊച്ചുമക്കളും TV കാണാൻ പോയാലും തങ്കമുത്തശ്ശി പോവില്ല. ഇവർക്ക് ഏറെ ഇഷ്ടം റേഡിയോ പരിപാടികൾ കേൾക്കാനാണ്. റേഡിയോ ഇല്ലാണ്ട് ഞാൻ ഇരിക്കില്ല. വാർത്ത കേൾക്കും, പാട്ടും കേൾക്കും, നാടകം കേൾക്കും. പിന്നെ ഇനിയിപ്പോ എനിക്ക് പാട്ട് പാടാനും കൂട്ടം കൂടാനും ഒന്നും പറ്റില്ല. റേഡിയോ പാടുമ്പോ കുറച്ച് ഡാൻസൊക്കെ തുള്ളു, മക്കളൊക്കെ കണ്ടു നിൽക്കും. ഇങ്ങനാണ് എൻ്റെ കാര്യം. നല്ല നല്ല പാട്ടൊക്കെ വരുമ്പോ നല്ല ഡാൻസും കളിയൊക്കെ ആയിരിക്കും. ആദ്യം ഉപയോഗിച്ചിരുന്ന റേഡിയോ കേടുവന്നപ്പോൾ തൻ്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് ഇപ്പോൾ കേൾക്കുന്ന ഈ റേഡിയോ മുത്തശ്ശി വാങ്ങിയത്. 5 വർഷം മുമ്പ് ഭർത്താവ് എരുമ്പൻ മരിച്ച ശേഷം തങ്കമുത്തശ്ശി മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം തൻ്റെ ഉന്നതിയായ കുനിപ്പുരയിലെ വീട്ടിലാണ് താമസം. മോഡുലാർ കിച്ചൺ ചെയ്യാനെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വീടെടുക്കുന്ന സ്ഥലത്ത് ദിവസം വരുന്നുണ്ട്. ആർക്ക് കൊടുക്കും കിച്ചൺ വർക്ക്? അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.